ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ തന്നെ എളുപ്പമാണ്. തലേ ദിവസം തന്നെ 1/4 കിലോ കടല വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കടലക്കറി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതും കുക്കറിൽ വെച്ചിട്ടാണ്. കടലക്കറിക്കായിട്ടുള്ള ചേരുവകള് 2 സവാളയും ആവശ്യത്തിനുള്ള പച്ചമുളകും 1 തക്കാളിയും 6 വെളുത്തുള്ളിയും 1 കഷ്ണയും ഇഞ്ചിയുമാണ്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുക്കർ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇവയെല്ലാം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള കൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1 സ്പൂൺ അളവില് മീറ്റ് മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 2.5 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവിലെ മുളക് പൊടിയും കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിലെ കടലമാവും കൂടി ചേർത്ത് നല്ല പോലെ പൊടികളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള തക്കാളിയും കടലയും കൂടി ചേർത്ത് ഒന്നുകൂടെ പൊടിയിലിട്ട് കൊടുത്ത് തന്നെ വഴറ്റിയെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും വെന്തുവരാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെയും കറി ഒന്ന് വേവിച്ചെടുക്കാം. 6 വിസിലിന് ശേഷം കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലക്കറി നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടാനായിട്ട് കുറച്ച് കടല ഒന്ന് പൊടിച്ച് ചേർക്കാം. അതിനുശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കടലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് നിങ്ങൾ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.